മുഖ്യമന്ത്രി എന്ന പദവി എപ്പോഴും ജനകീയമായിരിക്കണം. അവർ പ്രവർത്തിക്കുന്നത് ഈ നാടിനു വേണ്ടിയായിരിക്കണം. 10 വർഷങ്ങൾക്കിപ്പുറം ജനങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കാണാൻ സാധിക്കുന്നുണ്ട് വി.ഡി. സതീശനിലൂടെ. ജനങ്ങളുടെ നടുവിൽ അവരുടെ പരാതികൾ ക്ഷമയോടെ കേൾക്കുകയും പരാതി പരിഹരിക്കുകയും ചെയ്ത ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. ജനക്കൂട്ടമില്ലാതെ ഉമ്മൻചാണ്ടിയെ ആരും കണ്ടിരുന്നില്ല. പിന്നാലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പക്ഷേ വേറിട്ട ശൈലിയായിരുന്നു അവലംബിച്ചിരുന്നത്. അവിടെ ജനങ്ങൾക്ക് ഭ്രഷ്ട് കൽപ്പിച്ചിരുന്നു, അവരെ അകറ്റി നിർത്തിയിരുന്നു. നിയമസഭാ സമ്മേളന കാലയളവിന് ശേഷം വീണ്ടും ജനങ്ങൾക്കിടയിൽ സജീവമായിരിക്കുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പറവൂരിലെ താമസ സ്ഥലത്തേക്ക് എത്തിയാലും അതിന് മാറ്റമില്ല. നൂറുകണക്കിന് ആളുകളാണ് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി മുഖ്യമന്ത്രിയെ കാണാനെത്തുന്നത്. അവിടെ അവരെ തടയാൻ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥരുമില്ല. അവർക്ക് വേണമെങ്കിൽ അരികിൽ പോകാം, സംസാരിക്കാം, നിവേദനം നൽകാം. പരാതി ഒരു ചെവിയിൽ കൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയുന്ന ഏർപ്പാടൊന്നും അദ്ദേഹത്തിനില്ല. സമീപത്തുള്ള ഉദ്യോഗസ്ഥരുടെ പരാതി പരിശോധിക്കാനും തൽസ്ഥിതി അറിയിക്കാനും നിർദ്ദേശം നൽകുന്നുണ്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു ദൃശ്യമുണ്ട്. ജനത്തിരക്കിൽ നിന്നും സാധുവായ വയോധികയായ സ്ത്രീയെ പ്രത്യേകം പരിഗണിക്കുന്നുണ്ട് വി.ഡി. സതീശൻ. പരാതി കേട്ട മാത്രയിൽ അപ്പോൾ തന്നെ പരിഹാരവും നിർദ്ദേശിക്കുന്നു. അതിന് പരാതി കേൾക്കാനുള്ള മനസ്സുണ്ടായാൽ മാത്രം മതി. ലക്ഷക്കണക്കിന് രൂപ മുടക്കി ബസ് മേടിക്കേണ്ട. നാട്ടിലൂടെ 40 വാഹനങ്ങളുടെ അകമ്പടിയോടെ പറക്കുകയും വേണ്ട. ദിനംപ്രതി മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ജനകീയത ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ തെളിവാണ് ആ ദൃശ്യങ്ങൾ. അതൊന്ന് കണ്ടു നോക്കാം. കാരണം ശരിയായില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇല്ലെങ്കിൽ അവിടെ ശരിയായില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും മനസ്സിലായോ? ഇത് നമ്പർ തന്നെ കൊടുക്കുന്നത് വൃത്തിയാക്കി തരാം. വൃത്തിയാക്കാനുള്ള സാഹചര്യം വൃത്തിയാക്കാനുള്ള സഹായമുണ്ട്.